നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്തെന്നാൽ എന്നെ ഒന്നുകൂടി വായിച്ചേ. നിങ്ങൾ എന്നെ കണ്ടെത്താൻ നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. അതായത് ഒരു സ്ഥലത്ത് ഈശോ ഇല്ല. എവിടെയാണ് ഇല്ലാത്തത്? 11:15 ആ വീട്ടിനെ കുറിച്ച് മനുഷ്യൻ്റെ കൺസെപ്റ്റ് എന്താ? ദൈവത്തിൻ്റെ കൺസെപ്റ്റ് എന്താ? ഒരു ആബ്സെൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യുമ്പോൾ ഈശോ പറയണത് അതൊരു നല്ല കാര്യമാണെന്നാണ് പറയണത്, അല്ലേ? ആ വീട്ടിൽ അബ്സെൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യണം. എന്താണ്? ദൈവത്തിൻ്റെ അസാന്നിധ്യം. കുടുംബനാഥൻ രോഗിയായി മരിച്ചു. ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള യേശുവിൻ്റെ കമൻ്റ് എന്താണ്? ഞാൻ അവിടെ ഇല്ലാതിരുന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങളെപ്പോൾ ദൈവത്തിന് നന്ദി പറയുന്നു. പക്ഷേ മാർത്തായുടെ വേർഷൻ എന്താണ്? ആ ഒരു സിംഗിൾ ഇൻസിഡൻറ്റിന് മാർത്ത എന്താ പറയണത്? മാർത്ത പറയണത് 11:21 വായിച്ചേ. ശ്രുതികട്ടെ കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അതാണ് പ്രശ്നം. കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അതാണ് ഹ്യൂമൻ വേർഷൻ. ഒരു സിംഗിൾ ഇൻസിഡൻറ്റ്, ഒരു ഹ്യൂമൻ വേർഷൻ, 2 വേർഷൻസ് ഉണ്ടാകും ഒരു സിംഗിൾ ഇൻസിഡൻറ്റിന്. എന്തൊക്കെയാണ്? മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് എന്താ പറയണത്? കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നു. പക്ഷേ ഈശോ എന്താ പറയണത്? ഞാനിവിടെ ഇല്ലാതിരുന്നത് നിങ്ങളെ പ്രതി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ സിംഗിൾ ഇൻസിഡൻ്റാണ്. അപ്പോൾ നമുക്ക് 2 ആംഗിളാണ് ദൈവത്തിന്. അപ്പം നിൻ്റെ തകർച്ചയെ ദൈവം എങ്ങനെ കാണുന്നു, നീ എങ്ങനെ കാണുന്നു? വീക്ഷണകോണത്തിൻ്റെ പ്രശ്നമാണിത്. ഒരു സിംഗിൾ ഇൻസിഡൻ്റാണ്. കുടുംബനാഥൻ മരിക്കുന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ ദൈവത്തിൻ്റെ റോളിനെക്കുറിച്ചാണ് മാർത്ത പറയണത്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ല എന്ന് പറയും. അതേതാ പറയണത്? 11:21 യോഹന്നാന്റെ സുവിശേഷം. പക്ഷേ ദൈവത്തിൻ്റെ വീക്ഷണം എന്താണ്? ഞാനിവിടെ ഇല്ലാതിരുന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. അപ്പോഴേ എവിടെയാണ് പ്രോബ്ലം വന്നിരിക്കുന്നത്? ഫിസിക്കൽ പ്രസൻസിലാണ് പ്രോബ്ലം വന്നിരിക്കുന്നത്. മാർത്ത പറയണത്, മാർത്തയുടെ കാറ്റഗിസം ഭയങ്കര മോശമാണ്. എന്താ പ്രശ്നം? മാർത്ത ഒരു ഫിസിക്കൽ പ്രസൻസിന് വേണ്ടി ആഗ്രഹിക്കുന്നു. ദാറ്റ് ഇസ് റോങ്. ദൈവത്തെ അങ്ങനെയല്ല അപ്രോച്ച് ചെയ്യേണ്ടത്. യേശുവിനെ ആളെ വിട്ടിരിക്കുകയാണ് അവർ. ദാറ്റ് ഇസ് നോൺ സെൻസ്. യേശുവിനെ ആളെ വിട്ട് ഇവൾ യേശുവിൻ്റെ ദിവ്യത്വത്തിലെ ആഴമായ കാറ്റഗിസം ഉള്ളവളാണെങ്കിൽ അവൾ പറയും, എൻ്റെ ഈശോ ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. എന്താണ്? എൻ്റെ ഈശോ ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. ഈശോ മനസ്സ് വിചാരിച്ച ഇവനിപ്പോൾ സുഖപ്പെടും. ഈശോ ഇവിടെ വരേണ്ട കാര്യമില്ല, ഇവനെ കാണേണ്ട കാര്യമില്ല. കാര്യം ഈശോ ഒരു മനുഷ്യനല്ല. പക്ഷേ ഏറ്റവും സൂപ്പർ കാറ്റഗിസം പറഞ്ഞ ആരാണെന്നറിയാമോ? ഏറ്റവും ടോപ്പായിട്ട് ഈശോനെ അറിയണത് ആരാണ്? ശതാധിപനാണ്. ശതാധിപൻ പറയും, കർത്താവേ നീ എൻ്റെ വീട്ടിൽ വരണ്ട, എൻ്റെ മകളെ കാണണ്ട, നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. മത്തായിയുടെ സുവിശേഷം 8:8 വായിച്ചു നോക്കിക്കേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. അപ്പോൾ ശതാധിപൻ പ്രതിവചിച്ചു, കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. നീ ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി. എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. എന്താ പ്രശ്നം? ഇപ്പം മാർത്തയാണ് അപ്പം വിശ്വാസി, ശതാധിപനാണ്. മാർത്തയ്ക്ക് ഈശോ കെട്ടിയെടുത്ത് ബൈ പേഴ്സൺ ഫിസിക്കലായിട്ട് വീട്ടിലെത്താം, അല്ലെങ്കിൽ അവളെ പരിഭവിക്കും. അങ്ങനെ ഒരു ബന്ധം നിനക്ക് ദൈവത്തോടുണ്ടാകാം. പക്ഷേ ശതാധിപൻ മാർത്തായേക്കാൾ ഉയർന്നു നിൽക്കും. അവൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനമല്ല, അവന് കാറ്റഗിസം കിട്ടിയിട്ടില്ല, പക്ഷേ അവന് കർത്താവിനെ അറിയാം. ഇതാണ് പല വിജാതിയരും വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസം. പല വിജാതിയരില്ലേ, അവർക്ക് കർത്താവിനെ അറിയാൻ സാഹചര്യമില്ലായിരുന്നു, പക്ഷേ അവർക്ക് ഒരു മനസ്സ് ധൈര്യമുണ്ട്. എന്താണ്? ഈശോ ഒന്ന് വിചാരിച്ചാൽ എൻ്റെ വിഷയത്തിൽ തീരുമാനം ഉണ്ടാകുമെന്ന്. കാറ്റഗിസം കിട്ടണമെന്ന് നിർബന്ധമില്ല.
നമ്മളുടെ കാറ്റഗിസത്തെക്കാളും സൈദ്ധാന്തിക പഠനങ്ങളെക്കാളും ദൈവശാസ്ത്രങ്ങളെക്കാളും വലുതാണ് ഒരു മനുഷ്യൻ്റെ വിശ്വാസം. അത് യേശുവിലുള്ള വിശ്വാസം. അതായത് ഇന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത് സഭയ്ക്ക് എവിടെയോ ഒരു കൈ പാളിച്ച വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ശതാധിപൻ്റെ വിശ്വാസം മിസ് ചെയ്തിട്ടുണ്ട്. എന്താ കാര്യം? വചനം പഠിക്കുന്നവരുണ്ട്, പക്ഷെ പ്രയോജനമില്ല. വചനം പഠിക്കാൻ വേണ്ടി മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. വചനം അനലൈസ് ചെയ്യാൻ ഞങ്ങൾ കുറേ പഠിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ ഫോം ക്രിറ്റിസിസം, ലിറ്റററി ക്രിറ്റിസിസം, അതിൻ്റെ സിസ്റ്റിൽ ലേബൻ, ഇങ്ങനെ കുറേ ടെക്നിക്കൽ, അതേപോലെ തന്നെ ഹെർമനോട്ടിക്സ്, ഇങ്ങനെ കുറേ വിശ്ലേഷണ മാർഗ്ഗങ്ങൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ വചനം മാത്രം പഠിച്ചില്ല. വചനത്തെ എങ്ങനെ കീറി മുറിക്കാം, അതിൻ്റെ സാംസ്കാരിക ഹിസ്റ്റോറിക്കലായിട്ടുള്ള അതിൻ്റെ തലങ്ങൾ ഇത് പഠിക്കേണ്ടെന്നല്ല, പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണില്ല. ഇങ്ങനെയുള്ളൊരു പഠനങ്ങൾ കിട്ടിയ ആൾക്കാർ അവർ ആത്മാക്കളെ വീണ്ടെടുത്തോ, ആത്മാക്കളെ വളർത്തിയോ, സഭയെ ഉയർത്തിയോ? വി ഡോണ്ട് നോ. നമുക്ക് കൃത്യമായി കോൺക്രീറ്റ് ആൻസർ ഇല്ല. ഇപ്പോഴേ അക്വിനാസിനെ പോലെയോ അഗസ്റ്റിനെ പോലെയോ നമുക്ക് ആൻസർ ഇല്ല. പഠിക്കുന്നവർ മാത്രമുണ്ട്. അതായത് എവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് സംഭവിച്ചത്? ഈ ശതാധിപൻ വചനത്തെ കണ്ടൊരു വിഷയം. അവൻ മാർത്ത ഈശോയുടെ കൂടെ ജീവിച്ച ആൾക്കാരാണ്, മറിയം ഈശോയോട് ജീവിച്ച ആൾക്കാരാണ്. പക്ഷേ ജീവിച്ചെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ക്രിസ്ത്യാനിയായിട്ട് സഭയിൽ വളർന്നു അല്ലെങ്കിൽ സഭയിൽ ശുശ്രൂഷ ചെയ്തു എന്ന് പറഞ്ഞിട്ട് പോലും ഒരു കഥയുമില്ല. എന്താ കാര്യം? ഇതിനേക്കാൾ അപ്പുറത്താണ് ബന്ധമെന്ന് പറയുന്നത്. അതിനേക്കാൾ അപ്പുറത്താണ് ആത്മബന്ധത്തിനേക്കാൾ അപ്പുറത്താണ് ഈശോയുടെ കപ്പാസിറ്റി. ഹും ഡു യു സേ ദാറ്റ് ഐ ആം? ഈശോയുടെ ചോദ്യം എന്താണ്? ഒറ്റ ചോദ്യമല്ല ചോദിച്ചോളൂ. ഈശോ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ശതാധിപനാണ് അതിന് മറുപടി കൃത്യമായിട്ട് പറയണത്. നീ ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. നിൻ്റെ വാക്ക് എന്താണെന്നറിയാവോ? ഇല്ലായ്മയിൽ നിന്ന് ആകാശം ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ, ഭൂമി രൂപരഹിതമായിരുന്നപ്പോൾ, ആഴത്തിന് മീത് അന്ധകാരം വ്യാപിച്ചിരുന്നപ്പോൾ, അന്ധകാരത്തിന് ജലത്തിൻ്റെ പരപ്പിലൂടെ ആത്മാവ് ചലിച്ചപ്പോൾ ദൈവം കൽപ്പിച്ചില്ലേ ഉണ്ടാവട്ടെ, വെളിച്ചമുണ്ടാവട്ടെ എന്ന്. ആ വാക്കാണ് നീ. ആ വാക്ക് മാംസം ധരിച്ചവനാണ് നീ. ആ വാക്ക് നീ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, എൻ്റെ ഭൃത്യം സുഖപ്പെട്ടുകൊള്ളുവെന്ന്. ആ നിമിഷം ആ ഭൃത്യം സുഖപ്പെട്ടു. എന്താണെന്നറിയാം? ഇതാണ് ശരിക്കും പറഞ്ഞാൽ എപ്പിഫനി. ഈശോയിലുള്ള ദൈവത്വത്തെ ആ നിമിഷം നമുക്ക് വെളിവാകാൻ പറ്റണത്. എക്കാലങ്ങളിലും ഈശോയിലുള്ള ദൈവത്വത്തെ സഭയ്ക്ക് വെളിപ്പെടുത്താൻ പറ്റണില്ലെങ്കിൽ നമ്മുടെ സിനഡുകളൊക്കെ എപ്പോഴും കാലം നമുക്ക് മറുപടി നമ്മളോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും. കാര്യം എത്രയോ അഭിഷിക്തരെ, എത്രയോ സഭ, എത്രയോ രീതിയിൽ പഠിച്ച് ആണ് നമ്മൾ സിനഡിലേക്ക് വരണത്. പിതാക്കന്മാർ സിനഡിലോട്ട് പ്രവേശിക്കുമ്പോൾ നമ്മൾ പുറത്ത് സഭ പ്രാർത്ഥിക്കുകയാണ്. പിതാക്കന്മാർ സിനഡിലേക്ക് പ്രവേശിക്കുമ്പോൾ പുറത്ത് സഭ ഇംഗ്ലാവ് വിളിച്ചു കഴിഞ്ഞാൽ അത് സഭയല്ല. പിതാക്കന്മാർ സിനഡിലോട്ട് ചെല്ലുമ്പോൾ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമുണ്ട്. ദൈവത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ പിതാക്കന്മാർ സിനഡിലോട്ട് ചെല്ലുമ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവഹിതം നിറവേറാൻ വേണ്ടി സഭ കണ്ണീരോടെ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പത്രോസ് ജയിലിലായപ്പോൾ സഭ കതകുകൾ അടച്ചിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. സഭയുടെ ഏറ്റവും വലിയ റോൾ എന്താണ്? പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കാത്തൊരു സഭയ്ക്കേക്കാൾ ഉപരി ഇവിടെ സമരം ചെയ്യുന്ന ഒരു സഭയായി വന്നിട്ടുണ്ടെങ്കിൽ സാത്താൻ അതിൻ്റെ അവസരം കൃത്യമായിട്ട് കണ്ടെത്തിയെന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് സാത്താന് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു വാതിൽ തുറന്ന് കിട്ടിയിരിക്കുന്നത്, അതിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന സാത്താൻ്റെ പ്രവർത്തിക്കാൻ പറ്റുന്ന ആൾക്കാരെയും കിട്ടിയിരിക്കുന്നു. പിന്നെ എന്താ കുഴപ്പമിരിക്കണത്? എഫീസ് 4:27 എന്താ പറയണത്? സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കാര്യം അവസരം കൊടുത്താൽ അവൻ കയറി പണിയും കൃത്യമായിട്ടും. അവസരം കൊടുക്കാതെ പഴുതടച്ച് വേണം നിങ്ങളെ സഭാപരമായ കാര്യങ്ങളെ ചെയ്യാൻ. ആ പഴുതുകളിട്ടാൽ സ്വാഭാവികമായ അവസരത്തിലൂടെ കൂടുതൽ മോശമായ കാര്യങ്ങൾ സംഭവിക്കും. അപ്പം അതുകൊണ്ട് സഭ ഏത് വിഷയം, ഓരോ വിഷയങ്ങളിലും നമുക്കിതുപോലെയുള്ള കുടിവിചാരങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ മാനുഷിക സംരംഭങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നോക്കണം. കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഗമാലിയേൽ പറയണത്. ഗമാലിയേൽ എന്താ പറയണത്? സഭ പ്രക്ഷുബ്ധമായി കഴിഞ്ഞപ്പോൾ എന്താ പറയണത്? ഈ സംരംഭം മാനുഷികമാണെങ്കിൽ ഇത് അധപ്പതിച്ചു പോകും. അതാണ് നടപടി 5:38. ഇത് മാനുഷികമാണെങ്കിൽ, മനുഷ്യരിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഇത് അധപ്പതിച്ചു പോകും. പക്ഷെ ദൈവത്തിൽ നിന്നാണ് വരുന്നതെങ്കിൽ അമ്മയെ തൊടാൻ നമുക്ക് പറ്റത്തില്ല.
ഇപ്പോൾ ഏത് കാലത്തുള്ള സഭാ കൂടി വിചാരങ്ങളായാലും അവിടെ മാനുഷിക സംരംഭങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി വളരെ ജാഗ്രതയുണ്ടാകണം. അഭിനന്ദ പിതാക്കന്മാർക്കും അഭിഷിക്തർക്കും അതുപോലെ തന്നെ ആത്മീയ വിശ്വാസികൾക്കും. ശ്രുതികട്ടെ. ഇപ്പോഴും നടക്കാൻ പോകുന്ന സെനറ്റിനെ സംബന്ധിച്ച് വത്തിക്കാൻ 2023 നടക്കാൻ പോകുന്ന സെനറ്റിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, സഭാപിതാക്കന്മാരെ സെനറ്റ് ഹാളിൽ എത്തുമ്പോഴേ അവർക്ക് കർത്താവേ നിന്റെ കർത്താവ് മാനുഷിക സംരംഭങ്ങളൊന്നും ഉണ്ടാവാതെ ദൈവികമായ സംരംഭങ്ങളിലൂടെ കർത്താവേ സാത്താന് അവസരമില്ലാത്ത രീതിയിൽ സാക്ഷ്യം വഹിക്കാനുള്ള അവസരം ഉണ്ടാകുന്ന രീതിയിൽ കർത്താവേ ഞങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലൂക്കാ 21:13 പ്രാർത്ഥിക്കുന്നു. ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. കർത്താവെ, സഭയ്ക്ക് ഓരോ കാലത്തും കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഒറ്റ ജോലി മാത്രമേ ഉള്ളൂ കർത്താവെ. അല്ലാതെ പല ജോലികൾ, അടിച്ചേൽപ്പിക്കപ്പെട്ട ജോലികൾ, കാലം അടിച്ചേൽപ്പിച്ച ജോലികൾ, സംഘടനകൾ സമർത്ഥമാക്കിയ ഒരു ജോലികളും സഭയ്ക്കില്ല. അതെല്ലാം വിവേചിക്കാനുള്ള കഴിവുകളും കൃപകളും കർത്താവെ ആത്മാവിൽ സഭയ്ക്ക് നൽകണമേ. സഭയെ അഭിഷേകം ചെയ്യണമേ. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 6:52 വായിക്കുമ്പോഴേ വളരെ മർക്കോസിൻ്റെ സുവിശേഷം 6:52 വായിക്കുമ്പോഴേ നമുക്ക് വളരെ കൃത്യമായ ഒരു വചനം അതിലുണ്ട്. അതായത് അപ്പം വർദ്ധിപ്പിച്ച് കഴിഞ്ഞ് നടക്കുന്ന സംഭവങ്ങളാണത്. ആ സംഭവം കഴിയുമ്പോൾ എന്താണ് സുവിശേഷകനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്? അപ്പം വർദ്ധിപ്പിച്ചു, 5 അപ്പം 5000 പേർ കൊണ്ട് തീറ്റിപ്പോറ്റി. പക്ഷേ ഇങ്ങനെ ഇപ്പം നിനക്ക് ഇൻക്രിമെൻ്റ് കിട്ടി, അല്ലെങ്കിൽ ബോണസ് കിട്ടി, അല്ലെങ്കിൽ ജോലി കിട്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടി, നിൻ്റെ രോഗം മാറി, നിനക്ക് വീട് കിട്ടി, വിവാഹം കഴിച്ചു, നിനക്ക് മക്കളുണ്ടായി, ഇങ്ങനെ കുറേ അഭിവൃദ്ധികളൊക്കെ ഉണ്ടാകുമ്പോഴേ ഈ അഭിവൃദ്ധിക്കെല്ലാം ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. വായിച്ചോളൂ 6:52 മർക്കോസിൻ്റെ സുവിശേഷം. കാരണം അപ്പത്തെക്കുറിച്ച് അവർ ഗ്രഹിച്ചിരുന്നില്ല. അപ്പോൾ അത്ഭുതങ്ങൾ നടക്കുമ്പോൾ എന്താ സംഭവം? അപ്പത്തിൻ്റെ അകത്തുള്ള അനുഗ്രഹത്തെ ഗ്രഹിക്കാൻ ഈശോ പറയും. 6:52 എന്താ പറയുന്നത്? ഓരോ അത്ഭുതങ്ങൾ. ഇപ്പോൾ എത്രയോ സാക്ഷ്യങ്ങൾ ഇവിടെ പറയുന്നു, അതായത് ഒരു രസകരമായൊരു സാക്ഷ്യം, അതായത് മരിയ റെജിയുടെ സാക്ഷ്യമില്ലേ. മരിയ റെജിക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ വയറ്റിൽ ഉള്ള ആളാണ്. റെജി അവരുടെ ഭർത്താവാണ്. അവർക്ക് 11 വർഷമായിട്ട് മക്കളില്ല. 11 വർഷമായിട്ട് മക്കളില്ല. അപ്പോൾ 2016 കൂടി അവരെല്ലാം മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ ദൈവത്തിനോടുള്ള സമർപ്പണം, ആശ്രയം സ്റ്റോപ്പ് ചെയ്യത്തില്ല. അതിൽ മാത്രം ആശ്രയിക്കും. അപ്പോൾ ഒരു ദിവസം ഇവരുടെ കൂട്ടുകാരത്തിയുണ്ട്. നിങ്ങൾ ഈ സ്റ്റോറി ഭയങ്കര രസമാണ്. ഒരു ദിവസം ഇവളുടെ കൂട്ടുകാരത്തി റോസ്മേരിക്ക് മാതാവിൻ്റെ ദർശനമുണ്ടായി. അപ്പം ഈ അതേസമയം തന്നെ മരിയ റെജി കരയണ ദർശനമുണ്ടായി. സ്വപ്നമായിരുന്നു. ഒരു സ്വപ്നത്തിൽ കൃപാസനം മാതാവ് നിൽക്കുന്നു, മരിയ റെജി നിലവിളിക്കുന്നു. റോസ്മേരി കിട്ടുന്ന സ്വപ്നമാണ്. അത് വേറെ സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. റോസ്മേരി ഈ സ്വപ്നം ഉണ്ടായതിനു ശേഷം ഉടനെ മരിയ റെജി വിളിക്കടി, നീ എത്രയും വേഗം കൃപാസനത്തിൽ പോകണം. എന്തിനാണെന്ന് ചോദിക്കേണ്ടത്, നീ അവിടെ ചെന്നാൽ മതി. എന്തോ കാര്യം ഉണ്ടടി എന്ന് പറയും. കാര്യം എന്താ? അപ്പോൾ ഇവർ ചോദിക്കും എന്താ പ്രശ്നം? അതായത് ഇന്നലെ നിന്നെയും മാതാവിനെ ഞാൻ ഒരുമിച്ച് സ്വപ്നം കണ്ടെന്ന് പറയും. അപ്പോൾ ഇവരങ്ങോട്ടും ചുറ്റിപ്പോവും. കാര്യം ഇവരെ ഉടമ്പടി എടുക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും ഒക്കത്തില്ലേ, എങ്ങനെയായിരിക്കും, കിട്ടത്തില്ലേ, ഇങ്ങനെ പല ഒരു ഡൗട്ടാണ്. അപ്പം അങ്ങനെ വരണം. അത് കാരണം ഇവരെന്തിലും ഇവിടെ വന്നു. ഈ റോസ്മേരി പറഞ്ഞത് കൊണ്ട് ഇവരിവിടെ വരും. ഇവിടെ വരുമ്പോൾ അവർ പറയണം, ഞാൻ ഒന്നും പറഞ്ഞില്ല, കരയുക മാത്രമേ ചെയ്തുള്ളൂ. ഇതിൽ അവർ പറയുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ല അമ്മയോട്, ഞാൻ കരയുക മാത്രമേ ചെയ്തുള്ളൂ. അമ്മ എൻ്റെ കണ്ണീരിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെന്ന്. ഒയ്യോ, ഇത് ഈ കാലഘട്ടങ്ങളിൽ കേട്ട സാക്ഷ്യങ്ങൾ ഏറ്റവും നല്ല ഒരു ക്വാളിറ്റി സാക്ഷ്യമാണ്. ഞാനൊന്നും പറഞ്ഞില്ല അമ്മയോട്, ഞാൻ കരയുക മാത്രമേ ചെയ്തുള്ളൂ. വാവിട്ട് കരഞ്ഞ്. പക്ഷെ അമ്മ എൻ്റെ കണ്ണീരിൻ്റെ അർത്ഥം മനസ്സിലാക്കി. ഞാൻ ആഴ്ച പ്രഗ്നൻ്റായെന്ന്. പ്രൈസ്ലാണ് ആ കുഞ്ഞിനെയും കൊണ്ടുവന്ന ഒരു സാക്ഷ്യം പറയണത്. ആ 11 വർഷമായിട്ട് മക്കളില്ലാത്തവരാണ്. ദാറ്റ് മീൻസ് നമ്മളെ വിചാരിക്കാത്ത കേൾക്കാത്തതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെ സമയക്കടികാരൻ നിഞ്ചിച്ചാർത്തി 2004 അമ്മ പ്രത്യക്ഷപ്പെടുമ്പോഴേ
അന്ന് ദുരന്തമുണ്ടാകാൻ പോയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് അന്ന് മുതൽ ഇന്ന് വരെ ദുരന്തമാണ് ഇവിടെ. കാര്യം പ്രാർത്ഥന മാത്രമേ ഇതിന് ശാശ്വത പരിഹാരമുള്ളൂ. ബൂസ്റ്ററൊക്കെ എടുക്കാൻ വേണ്ടി കുറേ ആൾക്കാർ പറയും, നിങ്ങൾ കോവിഡിൻ്റെ 2ാമത്തെ ഇഞ്ചക്ഷൻ കഴിഞ്ഞെങ്കിൽ അടുത്ത ബൂസ്റ്റർ എടുക്കുക എന്ന് പറയും. അപ്പം അതായത് ഇങ്ങനെ ഇത് എല്ലാവരെയും അങ്ങനെ സ്പർശിക്കുകയും എത്ര ഇഞ്ചക്ഷൻ എടുത്താലും എത്ര പ്രിക്കോഷൻ എടുത്താലും അതേസമയം തന്നെ ഈ സംഭവങ്ങൾ എല്ലാവർക്കും വരും. എല്ലാവർക്കും വരുന്നതിന് അതിനെ പ്രതിരോധിക്കാൻ അതാണ് ഈശോ പറഞ്ഞത്, സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകും, പക്ഷേ ഇത് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും. ആർക്ക്? വിശ്വാസിക്കുക. കാര്യം ഇതങ്ങനെ മാറ്റിയെടുക്കാനുള്ള വിഷയത്തെക്കാൾ ഉപരി അതൊരു കാലമാകുമ്പോൾ അത് തിരിച്ചു പോകും. കോപസ്തൂരി അതുപോലെ തന്നെ വസൂരി പോയ പോലെ, 5ാം പനി പോയ പോലെ, അത് പ്ലേഗ് പോയ പോലെ ഈ സാധനം അങ്ങോട്ട് തിരിച്ചു പോകും. അത് കഴിയുമ്പോൾ ഒരു 10-30 കൊല്ലം കഴിയുമ്പോൾ വേറെ ഒരു സാധനം വരും. അതിങ്ങനെ കാലം പോലെ കാലവർഷം പോലെ ഇങ്ങനെ ഭൂമിയെ സന്ദർശിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഓരോരോ കാലത്ത് ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. 16:23 ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കണം, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പം ലോകത്തെ കീഴടക്കിയ ആളിനെ സാക്ഷ്യം വഹിക്കാനുള്ള അവസരമായിരിക്കും ഇത് എന്നാണ് ഈശോ പറഞ്ഞത്. അപ്പം എപ്പോഴും വിശ്വാസി എപ്പോഴും ഇതിൻ്റെ സാക്ഷ്യത്തിൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് നോക്കി നടക്കണം. സാക്ഷ്യം കാര്യം സാക്ഷ്യം എന്ന് പറയണത് ഇപ്പം നമുക്കറിയാമേ, അതായത് ഈ റെജി എന്ന് പറയുന്ന ആ മോൾക്കാർ അവളുടെ വരുന്ന മരിയ റെജിക്ക് അവർക്ക് വരണോ വരണ്ടയോ ഉടമ്പടി എടുക്കണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ ഇങ്ങനെ കുലുങ്ങി ആടിയാടി നിൽക്കുന്ന സമയത്ത് അമ്മ വേറെ ഒരു കൂട്ടുകാരത്തേക്ക് പ്രത്യക്ഷപ്പെട്ട് ഇവളെയും കൂടി അവിടെ കാണിച്ചിട്ട് അവളെ കൊണ്ട് ഇവളെ വിളിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞ് അവൾ കരയുമ്പോൾ തന്നെ അമ്മ അവളെ അനുഗ്രഹിച്ച് കുഞ്ഞിനെയും കൊടുത്ത് വിടുകയാണ്. ദാറ്റ് മീൻസ് നമ്മൾ കേട്ടതിനേക്കാളൊക്കെ വലുതാണിത്. ഈ സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളും കേട്ടതിനേക്കാളൊക്കെ വലുതാണ്. അതായത് നമുക്ക് സുവിശേഷ കാര്യങ്ങളിൽ പോലും സംഭവിക്കാത്ത ചില രീതികളാണ്. ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് സുവിശേഷത്തിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ദ മോഡ് ഓഫ് ആക്ഷൻ ഒരു പ്രത്യേക രീതിയിലാണ് ഇത് കറക്റ്റ് ചെയ്ത് വരണത്. ഞാൻ പറഞ്ഞ എൻ്റെ മക്കളെ, ഇത്തിരി വിശ്വാസമുള്ളവൻ അത് ഒത്തിരിയാക്കി എടുക്കണം. ഒത്തിരി വിശ്വാസമുള്ളവൻ സാക്ഷിയായി മാറണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തിരി വിശ്വാസമുള്ളവൻ അത് ഒത്തിരിയാക്കി എടുക്കണം. ഒത്തിരി വിശ്വാസമുള്ളവൻ കർത്താവിൻ്റെ ഏറ്റവും ശക്തരായ സാക്ഷികളായി മാറണം. അല്ലെ ഇനിയും ദൈവത്തെക്കൊണ്ട് വല്ലതും നേടാൻ പറ്റുമോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തലയും ചൊരുകി ഇങ്ങനെ അനുഗ്രഹപ്പാട്ടിൽ നടക്കരുത്. മറിച്ച് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിശ്വാസി എന്ന നിലയിൽ എനിക്കെങ്ങനെ സാക്ഷ്യം വഹിക്കാൻ പറ്റും എന്ന് നീ ചിന്തിക്കണം, എന്ന് നീ ആലോചിക്കണം. എന്നിട്ട് കർത്താവേ എന്നെ സാക്ഷിയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ അങ്ങയുടെ പീഡാനുഭവത്തിന്റെ മരണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വീണ്ടും വരവിന്റെ സാക്ഷിയായി അഭിഷേകം ശ്രദ്ധിക്കട്ടെ. എൻ്റെ മക്കളുടെ ചില സമയത്ത് ഒരു മനുഷ്യൻ, അതായത് ചില സമയത്ത് God created പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ദൈവം തന്നെ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മളെ വിശ്വസ്തതയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, അതെന്താ പ്രശ്നം എന്നറിയാമോ? പല ആൾക്കാരും സംഭവിച്ചിരിക്കുന്നത് അവർ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ ജനിച്ചു, പക്ഷേ ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ ജനിച്ച കൊണ്ട് മാത്രമാണ് ക്രിസ്ത്യാനിയായിട്ട് ചില ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ളവർ അറിയപ്പെടുന്നത്. കാര്യം നമ്മുടെ ഭാഗത്ത് നിന്ന് പേയ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ. അപ്പം ഞാനിപ്പോൾ പൗരോഹിത്യത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഈ വിശ്വാസം പിന്തുടരണത്. സംശയമുണ്ടോ? ഞാൻ ഈ ക്രിസ്തീയ കുടുംബത്തിലല്ല ജനിച്ചതെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാകുക. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പ്രവണത എന്താണ്? അത് ഈ ശ്രീനാരായണ ഗുരുവിനെ ഒരു വലിയ സാമൂഹ്യ പരിഷ്കർത്താവായിട്ട് ഉയർത്തുകയാണ്. തെറ്റില്ല. നമ്മളുടെ ഒരു പ്ലോട്ട് കേന്ദ്രം റിജക്റ്റ് ചെയ്തിട്ടുണ്ട് റിപ്പബ്ലിക് ദിനത്തിൽ. അതിനവർ പറയുന്നു ശങ്കരാചാര്യരെ കൂടി അതിൻ്റെ കൂടെ വെക്കണമെന്നും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറയണത്. ഞാൻ ആ വിഷയത്തിൽ കിടക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ ഒരു കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹിക പരിഷ്കർത്താവായിട്ട് അവതരിപ്പിക്കുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ആ ഒരു സമൂഹം അദ്ദേഹത്തെ ഗുരുവും അതുപോലെ തന്നെ ആത്മീയ ആചാര്യനായിട്ട് വണങ്ങുന്ന ഒരു സമൂഹം ഉണ്ടല്ലോ ഇവിടെ കേരളത്തിൽ.
ആ സമൂഹം ഇത് അംഗീകരിച്ച് അങ്ങോട്ട് കൊടുക്കും. എന്താണ്? സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഇതിൻ്റെ അപകടം എന്താണെന്നറിയാവോ? ഇതൊരു മാനുഷികമായ ഏർപ്പാട് മാത്രമാണ്. ഇതിൻ്റെ അകത്ത് ദൈവികത ഒന്നും ഇല്ലെന്നാണ് മതേതരം പറയണത്. കേരളത്തിലെ സജീവനായ മതേതരനുണ്ടല്ലോ, സജീവനായ മതേതരൻ എന്താ പറയണത്? ഈ മനുഷ്യൻ്റെ അകത്തൊരു ദൈവികതയുമില്ല, ഒരു ആത്മീയതയുമില്ല, ഉള്ളതെല്ലാം സാമൂഹ്യമാണെന്ന്. അതായത് ഇങ്ങനെ റെഡ്യൂസ് ചെയ്യണം, ഈ സംഭവത്തെ റെഡ്യൂസ് ചെയ്യാൻ. അപ്പം ഈ സമൂഹം എപ്പോഴും ഈ കാര്യത്തിൽ ഒരു ആത്മീയ ജാഗ്രത ഉണ്ടാകണം, എപ്പോഴും നല്ലതാണ്. നിങ്ങൾക്ക് ആവശ്യമായ ആ സമൂഹത്തിന് ആവശ്യമായ സാമൂഹ്യ ജാഗ്രതയുണ്ട്. പക്ഷേ അവിടെ ആത്മീയ ജാഗ്രത ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ EMS പോലെയും അതുപോലെ തന്നെ നെഹ്റു പോലെയും ഒരു മാനുഷിക വ്യക്തിത്വമായിട്ട് ചരിത്രം ഈ ശ്രീനാരായണ ഗുരുവിനെ മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ആത്മീയത ചോർത്തിക്കളയുക, മതമില്ലാത്ത ജീവനെ എടുക്കുക, അതുള്ള അതിന് ഒരു സംഘടിതമായൊരു ശ്രമം നമ്മുടെ കേരളത്തിൽ, നമ്മുടെ സാമൂഹ്യ മേഖലകളിൽ അത്തരം പ്രവണതകൾ ശക്തമാണ്. അതതിൻ്റെ വഴിക്ക് അത് പ്രവർത്തിക്കട്ടെ. പക്ഷെ അതേസമയം തന്നെ ആധ്യാത്മികതയെ അതിൻ്റെ പേരിൽ അടിമപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ ആധ്യാത്മികത നാളെ ആ വ്യക്തികളിൽ അടുത്ത കാലം തലമുറ അംഗീകരിക്കാതെ വരും. അത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ കാലഹരണപ്പെട്ടു പോകും. സാമൂഹ്യമായ ഒരു വിഷയം മാത്രമാണ്, അതിൻ്റെ ഒരു ഔന്നത്യത്തിന് വേണ്ടി മാത്രമാണ് ഒരു വ്യക്തിയെ നമ്മൾ ബ്രാൻഡ് ചെയ്താൽ എത്രയും വേഗം അത് കാലഹരണപ്പെടും. കാര്യം വേറൊരു കാലം വരുമ്പോൾ അതെല്ലാം ഈ കാലത്തിൻ്റെ ഒരു ആളായിട്ട് മാറും. ഇപ്പം ഞാനതൊരു വിഷയം എൻ്റെ ഒരു ചിന്താ നിരീക്ഷണമാണ്. ആർക്കെങ്കിലും ഡിസ്റ്റർബ് ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ മുൻകൂർ മാപ്പ് ചോദിക്കുകയാണ്. എൻ്റെ വിഷയം അതല്ല. പക്ഷെ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വിഷയമാണിത്. കഴിഞ്ഞ ദിവസങ്ങളുള്ള ഈ പ്രോട്ടീൻ്റെ റിജക്ഷനൊക്കെ വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചില സമയത്ത് ചിന്തിച്ചപ്പോൾ കിട്ടിയ ഒരു ആശയത്തിലേക്കാണ് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ. ശ്രുതികട്ടെ ഹല്ലേലൂയ. അവിടുത്തെ സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, ജനതയുടെ മനസ്സിനെ തീർത്ഥമാക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും. നമ്മുടെ സബ്ജക്റ്റിലൂടെ നമ്മൾ വരികയാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ക്രിയേറ്റഡ് സൈലൻസ്, അതായത് നിർമ്മിത നിശബ്ദത. നിർമ്മിത നിശബ്ദത, ക്രിയേറ്റഡ് സൈലൻസ് ഓഫ് സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ഓഫ് ഡിവിനിറ്റി. ദൈവത്തിൻ്റെ നിർമ്മിത നിശബ്ദത. അതെന്താ വെച്ചാൽ ചില സമയത്ത് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, നമ്മളെത്ര വിശുദ്ധരാണെങ്കിലും, നമ്മളെത്ര ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നതാണേലും ദൈവത്തെ ഫീൽ ചെയ്യാത്ത ഒരവസ്ഥ. ദൈവത്തിൻ്റെ പ്രസൻസ്, വി വിൽ നോട്ട് ഫീൽ ദ പ്രസൻസ്. ദൈവം നമ്മൾ കൈവിട്ട പോലെ നമുക്ക് തോന്നും. ഇത് സ്വാഭാവികമായ ഒരു സാധാരണ ഒരു ഇവോൾവിങ് എന്നുണ്ടാകാം, ജീവിതത്തിലുണ്ടാകുന്ന സാഹചര്യത്തിൽ നിന്ന് ഇങ്ങനെ രൂപപ്പെട്ട് വരാം. പക്ഷേ ക്രിയേറ്റഡ് സൈലൻസ് എന്ന് പറഞ്ഞ നിർമ്മിത നിശബ്ദത എന്ന് പറയുന്നത് ദൈവം തന്നെ നമ്മുടെ ജീവിതത്തിലെ, അതായത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഓരോരുത്തരും ഓരോ മതത്തിൽ ജനിച്ചത് കൊണ്ടാണ് ആ മതം ആചരിച്ചു പോണത്. അപ്പോൾ അവരെ വിശ്വാസിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, എന്നെയും പറയാൻ പറ്റത്തില്ല. നീ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു, നിനക്ക് തോമസിൻ്റെയും മറിയാമ്മയുടെയും മകനായിട്ട് നീ ജനിച്ചത് കൊണ്ട് നിനക്ക് ഒരു ക്രിസ്തീയ പേര് വിട്ടോ. അപ്പോൾ ആ പേര് നീ ചുമന്നുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നു. ഇല്ലേ കിട്ടി അങ്ങനെയൊക്കെ ഉള്ള ഒരു അഴകൊഴുമ്പം വിശ്വാസിയായിട്ട്. പല ആൾക്കാരും കാണുമ്പോൾ കഞ്ചാവ് അടിച്ച വിശ്വാസികളെ കണ്ടിട്ടില്ലേ? വിശ്വാസികളാണ്, പക്ഷേ കഞ്ചാവ് അടിച്ച പോലെ ഇരിക്കും. എന്താണ്? നിലത്തുറക്കത്തില്ല. അതാണ് പ്രശ്നം. പിന്നെ അവർ കൈ ഇവിടം വരെ നീട്ടി, ഇഞ്ചക്ഷൻ എടുക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ലേ? അവർ കൈ നീട്ടി ഇവിടെ നിൽക്കും. അതാണ് ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലം കാണാമല്ലോ. അത് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർ കാണിപ്പിക്കാതിരിക്കും. ഇഞ്ചക്ഷൻ എടുക്കണവർ കണ്ടിട്ടില്ലേ? അവരെന്ത് ചെയ്യും? കൈ നീട്ടി അങ്ങനെ ഇട്ടേക്കും. എന്നിട്ട് അവരെ ബ്രദർമാരെപ്പോലും നടക്കും. കണ്ട വിശുദ്ധന്മാരും തോന്നുകയും ചെയ്യും. ഒറ്റ കൊണ്ടും വെള്ളം കൊണ്ടും ഒക്കെ കൊടുത്ത്. കാര്യം എന്താ? കഞ്ചാവ് ഈ സിറിഞ്ച് എടുക്കുന്ന പാർട്ടിയാണ്. പക്ഷേ ഇതുപോലെ ചില ആൾക്കാർ ഇഞ്ചക്ഷൻ എടുക്കുന്ന കൈകളെ മറക്കണ പോലെ വിശ്വാസത്തെ മറച്ച് പിടിക്കും. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ജ്ഞാനസ്ഥാനപ്പെടുത്താൻ ചെല്ലുമ്പോൾ ഈ വിശ്വാസം പുറകെ പിടിക്കണം കണ്ടിട്ടില്ലേ? കുയ്ജു എന്നൊക്കെ പറഞ്ഞ് പേരിടണത് എന്താ? അവന് ക്രിസ്ത്യൻ പേരൊന്നും എടുത്തില്ല അവൻ. കാര്യം അവന് വിശ്വാസം മറച്ച് പിടിക്കണം.
അത് തന്നെ, അവന് വിശ്വാസം മറച്ചു പിടിക്കണം. ഇങ്ങനെ എന്തോ മറച്ചു പിടിക്കാൻ വേണ്ടി അച്ഛന്മാർ തന്നെ അവരുടെ വസ്ത്രം ഇടാതെ ഓരോ സ്ഥലങ്ങളിൽ നടക്കണം കണ്ടില്ലേ? ഇപ്പം നമ്മൾ ഈ ടി വി തന്നെ ചില ആൾക്കാർ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് പാൻസും കോട്ട് ഇട്ടല്ലേ, ഫാക്ടറി ജീവനക്കാരെ പോലെ കൊടുക്കണില്ലേ? എന്താ കാര്യം? അവർക്കെന്തോ മറച്ചു പിടിക്കാനുണ്ട്. വിശ്വാസം മറച്ചു പിടിക്കുന്ന ആൾക്കാർ അവരവിശ്വാസികളാണ്. ശരിക്കും പറഞ്ഞാൽ അവർ പേടിക്കുന്നു, വിശ്വാസത്തെ പേടിക്കുന്നു. ഞാനൊരു വിശ്വാസിയാണെന്ന് ഏറ്റു പറയാൻ വേണ്ടി അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനൊരു വൈദികനാണ്, സിസ്റ്ററാണെന്ന് ഏറ്റു പറയാൻ വേണ്ടി ബുദ്ധിമുട്ട്. അതൊരു ഭയങ്കര അതാണ് ഈ ക്രൈസിസ് എന്ന് പറയണത്, ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയണത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞിരിക്കുന്നാൽ അത് ശരിക്കും പണിക്കുറ്റം തന്നെയാണ്. ഓരോ വസ്തുവിനും പണിക്കുറ്റം ഉണ്ടാവുമല്ലോ. അത് ഫോർമേറ്റ് ചെയ്ത് വന്ന സമയത്ത് കിട്ടുന്ന ആശയങ്ങൾക്ക് വന്നിരിക്കുന്ന പ്രശ്നമാണത്. മറ്റേ ധൈര്യത്തോടെ കർത്താവിനെ പ്രഘോഷിക്കാൻ അവർക്കറിയത്തില്ല. കർത്താവെന്ന് പോലും വിളിക്കുമെന്നറിയത്തില്ല. നമുക്ക് ചില ആൾക്കാർ കർത്താവെന്ന് വിളിക്കുന്നതും ക്രിസ്ത്യാനിയാണെന്ന് അറിയപ്പെടുന്നതൊക്കെ അവർക്ക് ഭയങ്കര പച്ചമലയാളത്തിൽ പറഞ്ഞാൽ പോക്കണം കേടാ. അതായത് വിശ്വാസിയുടെ കുടുംബത്തിൽ ജനിച്ചിട്ട് അതിൻ്റെ പേരിൽ ക്രിസ്ത്യാനി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട് ഇവിടെ. ചില ആൾക്കാർ അത് നമുക്ക് വരുമാനം കിട്ടില്ലെങ്കിൽ അത് വിറ്റ് കളയും. ഉടച്ചെമ്പ പിച്ചള അലോമിനിയം കൊടുക്കാനുണ്ടോ, വിശ്വാസം കൊടുക്കാനുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ ആക്രികൾ വരത്തില്ലേ? മാധവിക്കുട്ടി, അതുപോലെ തന്നെ മൈക്കിൾ ജാക്സൺ, മൈക്ക് ടൈസനൊക്കെ വിശ്വാസം വിറ്റ ആൾക്കാരാണ്. അവരെന്താ ആരെയും വിശ്വാസം വിൽക്കാനുണ്ടോ എന്ന് പറഞ്ഞ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൊടുത്ത് അത് ഞാൻ പറയണല്ല, സോഷ്യൽ മീഡിയ പറയണതാണ്. എൻ്റെ പേരിൽ കുതിര കയറാൻ വരരുത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഈ ആൾക്ക് അതായത് വിശ്വാസം ഉടച്ചെമ്പ പിച്ചള അലോമിനിയം വിൽക്കാനുണ്ടോ എന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വാസം, അതിൻ്റെ കൂടെ വിശ്വാസം വിൽക്കാനുണ്ടോ? അപ്പോൾ ആക്രിക്കാർ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം വന്നു എല്ലാ സാധനവും സെക്കൻഡ് ഹാൻഡ് വിലക്കെടുക്കും, അവർ വിശ്വാസം എടുക്കും. അങ്ങനെ എത്രയോ പേര് കൊടുത്ത് പദവി കിട്ടാൻ വേണ്ടി എത്രയോ പേര് അവരുടെ വിശ്വാസം വിറ്റു. ചില ആൾക്കാർ ക്രിസ്ത്യാനിയാണെന്നുള്ള പേരിൽ അവർക്ക് അവിടെ പ്രതിഭ അംഗീകരിക്കത്തില്ലെന്ന് അവർക്ക് തോന്നിയപ്പോൾ അവർ ആ വിശ്വാസം വിറ്റല്ല, അവരുടെ പ്രതിഭയെ അംഗീകരിച്ച് അവർക്ക് ദേശീയ പുരസ്കാരം കിട്ടി. ഇങ്ങനെ ഈ വിശ്വാസത്തെ എപ്പോഴും വിലക്കെടുക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരവസരം. കാരണം നമ്മുടെ കയ്യിലുള്ളത് എന്തിനാണെന്ന് നമ്മൾ അറിയാത്തടത്തോളം കാലം നമ്മളത് വിൽക്കും. നമ്മുടെ കയ്യിലുള്ള എന്തിനാണ് വേണ്ടിയാണ് ഉള്ളതെന്ന് അറിയാത്തടത്തോളം കാലം അത് വിൽക്കും. എന്താണ്? അറിയാതെ കിട്ടിയതാണ്. അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയപ്പോൾ കൊണ്ട് ബൈ ചാൻസ് കിട്ടിപ്പോയതാണ് ഈ വിശ്വാസം. അതാണ് വിശ്വാസത്തിൻ്റെ പ്രശ്നം. എന്താ പ്രശ്നം വെച്ചാൽ അത് നമ്മൾക്ക് മാത്രമല്ല, അത് ദൈവത്തിനറിയാം. ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഓട്ടോമാറ്റിക് പ്രോഡക്റ്റായിട്ട് വിശ്വാസിയാണെന്നറിയാം. ഒരു വിശ്വാസത്തിൻ്റെ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ഉൽപ്പന്നമായിട്ട് വന്നു പോയതാണിത്. അല്ലെങ്കിൽ തന്നെ അറിഞ്ഞും കണ്ടും ചെയ്തു വന്നിട്ടുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വിശ്വാസം ദൈവം ടെസ്റ്റ് ചെയ്യും. എങ്ങനെ ടെസ്റ്റ് ചെയ്യണത്? ഫിഡേലിറ്റി വെച്ചാണ് ടെസ്റ്റ് ചെയ്യണത്. ഈ വിശ്വസ്തത ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. വിശ്വാസമല്ല പ്രശ്നം. വിശ്വാസം നമുക്ക് അവസാരം കിട്ടിയതാണ്. 5 പൈസ മുടക്കില്ലാതെ എൻ്റെ അപ്പൻ്റെ പേര് പീറ്റർ എന്നാണ്, എൻ്റെ അമ്മയുടെ പേര് ഫിലോമിനായ എന്നാണ്. അവരുടെ മകനായി ജനിച്ചതുകൊണ്ട് ഞാൻ ജോസഫായിട്ട് അങ്ങനെ മാറിയിരിക്കുകയാണ്. പക്ഷേ ഇപ്പം ഞാൻ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ എന്താ കാര്യം എന്നറിയാമോ? ജീവിതത്തിൽ ഇപ്പം നമുക്കൊരു പ്രമാണം കിട്ടിയെന്ന് പറഞ്ഞാൽ ആ പ്രമാണം എഴുതി കിട്ടുമെന്ന് പറഞ്ഞാൽ ഉടനെ ബാങ്കിൽ കൊണ്ടുവന്നാൽ അവർ പറയും പറ്റിയിട്ട് അവിടെ നിന്ന് ചോദിക്കും. പ്രമാണം കിട്ടിയൊരു കാര്യമുണ്ടോ? പറ്റിയിട്ട് അവിടെ നിന്ന് ചോദിക്കും. അപ്പോൾ പറഞ്ഞ് പൊക്കോര് ചെയ്തിട്ടില്ല, ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയും. വില്ലേജ് ഓഫീസർ പറഞ്ഞ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം എന്താ, ഇത് ഭാഗോടമ്പടി ചെയ്തിട്ടില്ല. ഭാഗോടമ്പടി ചെയ്യാത്തത് എന്താണ്? എത്ര പേരുണ്ട് അപ്പന്, എത്ര പെങ്ങന്മാരുണ്ട്? എൻ്റെ കുടുംബത്തിൽ ഭാഗോടമ്പടി ഉണ്ടായ സമയത്ത് അപ്പൻ്റെ പെങ്ങന്മാർ മരിച്ചു പോയവരുടെ സർട്ടിഫിക്കറ്റ് ഞാൻ ഹാജരാക്കേണ്ടി വന്നു. ഒരാൾ ജീവിച്ചിരുന്ന സമയത്ത് അയാളെ വിളിച്ചു വരുത്തി ഒപ്പിരേണ്ട ആവശ്യം വന്നു. ഭയങ്കര പ്രായം ഉണ്ടായതാണ്. പക്ഷേ നമ്മൾ വിളിച്ചുകൊണ്ട് പോയി. എന്താ കാര്യം? മറ്റുള്ളവർ ജീവിച്ചിരിക്കുന്നവർ ഒന്നെങ്കിൽ അവർ ഒപ്പിടണം, അല്ലെങ്കിൽ നമുക്ക് ഒഴിവ് തരണം. അതുകൊണ്ടാണ് പൊക്കൂര് ചെയ്യാത്തത്. പല ആൾക്കാരുടെയും വിശ്വാസത്തിൽ വേറെ വിശ്വാസം കിടപ്പുണ്ട്, അതുകൊണ്ട് ഇത് പൊക്കൂര് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നാം പ്രമാണത്തിൻ്റെ പ്രശ്നം അതാണ്. പല ആൾക്കാരുടെയും വിശ്വാസത്തിൽ വേറെ ആൾക്കാരുടെ വിശ്വാസമുണ്ട്. ഇപ്പം ഒരു വാര്യർ കുടുംബത്തിൽ നിന്ന് ഒരു ഡോക്ടർ കല്യാണം കഴിച്ചു, ഒരു ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ചു. അവർ കല്യാണം കഴിച്ച് അവർ കുറേ നാൾ കൂടി താമസിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ജ്ഞാനസ്നാനപ്പെടുത്താൻ പറഞ്ഞ് ഞാൻ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തി. അവരുടെ എല്ലാ രേഖകളും അപ്പനെയും അമ്മനെയും എല്ലാം വിളിച്ച് രേഖകളെല്ലാം മേടിച്ച് ഇന്ത്യൻ നിയമം അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് നാളെ തൂങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴേ ഈ ഡോക്ടർ എന്നോടൊരു കാര്യം പറഞ്ഞു.
ഡോക്ടർ വളരെ ചൈതന്യമുള്ള ആളാണ്, കാര്യങ്ങളൊക്കെ ശരിയാണ്. ഡോക്ടർ പറഞ്ഞു, അച്ഛാ ഞാൻ കെട്ടി വന്ന വീടൊരു കത്തോലിക്ക വീടാണ്, പക്ഷേ അവിടുത്തെ അമ്മയുടെ പരിപാടി എന്താണെന്നറിയാവോ, അലമാരി തെക്ക് പടിഞ്ഞോട്ട് നീക്കി വെക്കുക. എൻ്റെ അലമാരി അവർ അത് വടക്ക് തെക്കോട്ട് നോക്കിയിരുന്ന അലമാരി അമ്മ എപ്പോഴും എടുത്ത് തെക്ക് പടിഞ്ഞോട്ട് വെക്കും. എനിക്ക് അലമാരി തുറക്കാൻ പറ്റണില്ല, എന്താ കാര്യം, തെക്കോട്ട് നോക്കിയിരുന്ന അലമാരി പണം പോയിക്കൊണ്ടിരിക്കും. തെക്ക് പടിഞ്ഞോട്ടാണ് നോക്കണേ, പണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആരാണ്? കത്തോലിക്ക കണ്ടാമൃഗം, അമ്മായിയമ്മ. ഇങ്ങനെ കുറേ അന്ധവിശ്വാസങ്ങളെ യേശുക്രിസ്തുവിനെ സ്വീകരിച്ചിട്ട് മനുഷ്യനുണ്ട്. എന്താ കാര്യം? നമ്മുടെ വിശ്വാസത്തിൻ്റെ കൂടെ വേറെ വിശ്വാസങ്ങൾ കയറിക്കിടക്കും. അതുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാത്തത്. നമ്മുടെ പുരയിടത്തിൻ്റെ അവകാശികൾക്ക് ഇതിൻ്റെ ഈ അവകാശത്തിൽ വേറെ ആൾക്കാർക്ക് അവകാശം ഉണ്ടാകും. നിൻ്റെ വിശ്വാസത്തിൽ അന്ധവിശ്വാസമോ അബദ്ധവിശ്വാസമോ വേറെ വല്ല വിശ്വാസമോ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടി വരും. യേശു ക്രിസ്തുവാണ് ഏക രക്ഷകൻ എന്നുള്ളതാണ് വിശ്വാസം. ഈ വിശ്വാസത്തിൽ എല്ലാം സത്യം. യേശുവിന് മുമ്പ് മതങ്ങളുണ്ടായിരുന്നില്ലേ, അതും സത്യം. അപ്പോഴേ ഏകരക്ഷകൻ എന്ന കൺസെപ്റ്റ് ഇല്ല. എവിടെ വിശ്വസിച്ചാലും ദൈവമാണ് എല്ലായിടത്തും. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്ന മോറൽ തിയോളജിസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അടുത്തേക്ക് പറഞ്ഞായിരുന്നു. അവരുടെ പ്രോഡക്റ്റായിട്ട് പുറത്തിറങ്ങുന്നവരാണ് വഞ്ചി സ്കൂളൊക്കെ കണ്ടുപോകുന്ന ആൾക്കാർ. അവർക്ക് ബോധമില്ല, സഭ എന്താണെന്ന് അറിയത്തില്ല. അവരുടെ ഒരു താല്പര്യത്തിന് വേണ്ടി സഭയെ നശിപ്പിക്കാൻ, മൊത്തം സഭയെ നശിപ്പിക്കാൻ അവർ തയ്യാറാണ്. അവരുടെ ഒരു വ്യക്തിയുടെ വിഷയത്തിന് വേണ്ടി മൊത്തം സഭയെ നശിപ്പിക്കാനും തീ കൊടുക്കാനും അവർ തയ്യാറാണ്. അപ്പോൾ അതെന്തൊരു മനസ്സാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വിശ്വാസമൊക്കെ എന്നും പോക്കുവരവ് ചെയ്തിട്ടില്ല. പോക്കുവരവിനകത്തെ ടാക്സ് അടക്കണം, നമ്മുടെ പേരിലാക്കണം. അല്ല എഴുതി കിട്ടിയിട്ട് കാര്യമില്ല, അപ്പനും അമ്മയും എഴുതി തന്നിട്ട് കാര്യമില്ല. അത് പോക്കുവരവ് ചെയ്യണം, ടാക്സ് അടക്കണം. നിൻ്റെ വിശ്വാസം നിനക്ക് കിട്ടിയ വിശ്വാസം നിൻ്റെ വിശ്വാസമാകണമെങ്കിൽ നീ പോക്കുവരവ് ചെയ്യണം. എന്താണ്? നീ ടാക്സ് അടക്കണം. എന്താ ടാക്സ് എന്ന് പറയണത്? വിശ്വസ്തത. അതിനു വേണ്ടി നീ പേയ്മെൻറ്റ് ചെയ്യണം. ഞാൻ യേശുക്രിസ്തു വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ എനിക്ക് സഹനങ്ങളുണ്ടെങ്കിൽ, എനിക്ക് സംഘർഷങ്ങളുണ്ടെങ്കിൽ, എനിക്ക് പരീക്ഷകളുണ്ടെങ്കിൽ ഞാനതിനെ എൻ്റെ മാനസികവും ശാരീരികവും ആയിട്ടുള്ള എല്ലാ സങ്കടങ്ങളോടുകൂടിയും അത് കർത്താവിൻ്റെ കുരിശിനെ ഇവിടെ കൂട്ടിവെച്ചുകൊണ്ട് ഞാൻ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വിശ്വാസം തെളിച്ചിട്ട് ഈ വിശ്വാസം എൻ്റെ വിശ്വാസമാക്കും. ആരുടെ വിശ്വാസം? എൻ്റെ മാതാപിതാക്കന്മാരിൽ എനിക്ക് പകർന്നു കിട്ടിയ വിശ്വാസം എൻ്റെ വിശ്വാസമായി മാറണത് അത് എൻ്റെ പേരിൽ ഞാൻ പൊക്കുവരവ് ചെയ്തിട്ട് ടാക്സ് അടച്ചിട്ട് പറ്റുചീട്ട് വാങ്ങിക്കുമ്പോഴാണ്. ഇന്ന് എല്ലാവരുടെ കയ്യിലും പ്രമാണമുണ്ട്, പക്ഷേ പറ്റുചീട്ടില്ല. എന്താ പൊക്കുവരവ് ചെയ്തിട്ടില്ല. ഇങ്ങനെ ദൈവം ഇത് പൊക്കുവരവ് ചെയ്യേണ്ട ഒരു സമയമുണ്ട്. നമുക്ക് ക്ലേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മൾക്ക് കള്ളക്കേസ് വന്നുകൊണ്ട് ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞു, എൻ്റെ അച്ഛാ ഇപ്പം ഞാൻ കോടതി എന്നെ വെറുതെ വിട്ടു, പക്ഷേ ഞാൻ 15 ദിവസം ജയിലിൽ കിടന്നായിരുന്നു. പക്ഷേ ദൈവം ഉണ്ടെങ്കിൽ തെറ്റ് ചെയ്യാത്ത എന്നെ എന്തിനു ജയിലിലിട്ടെന്ന് ചോദിക്കുമവർ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പോസ്കോ കേസിന് വരെ ജയിലിൽ കിടന്ന ആൾക്കാർ അവസാനം തെളിവില്ലാതെ ചെയ്യാത്ത കുറ്റത്തിന് അവരെ കരഞ്ഞിട്ടുണ്ട് നേരത്തെ. അച്ഛാ ഞാനല്ല, എന്നെ പറ്റിച്ചതാണിത്, എന്നെ അകത്താക്കാൻ വേണ്ടി മനഃപൂർവ്വം കരുതിക്കൂട്ടി ചെയ്തതാണ്. കണ്ട നമ്മുടെ നിയമത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞത് ഭയങ്കരമാണേ. അതായത് ചില ആൾക്കാരുടെ ചിലപ്പോൾ ഈ വാക്കാപ്പാട്ടമെന്ന് പറഞ്ഞില്ലേ, അതായത് പാട്ടത്തിന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അപ്പോൾ അത് നിയമമായിട്ട് മാറണ പോലെ ഉള്ള അവസ്ഥ. ചില ആൾക്കാരുടെ മൊഴി കേട്ടാൽ മതി, അപ്പോൾ അത് നിയമമായിട്ട് വരണ രീതി അവസ്ഥകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് മുതലെടുക്കുന്നവരുണ്ട്, അത് വെച്ച് തന്നെ മുതലെടുക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചില നിരപരാധികൾ ജയിലിൽ വീഴും. അപ്പം അങ്ങനെ വരുമ്പോൾ ഉള്ള അവസ്ഥ അവരൊന്നും നമ്മളോട് ചോദിക്കുക, വെച്ചാൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് തെറ്റ് ചെയ്യാത്ത ഞാൻ ജയിലിൽ അനുഭവിച്ചു? അപ്പോൾ ഞാൻ അവനോട് ചോദിക്കും, കാരണം കൂടാതെ അല്ലേ ഈശോ ശിക്ഷിക്കപ്പെട്ടത്? അപ്പം നീ ഈശോനെ പോലെ കാരണം കൂടാതെ ശിക്ഷിക്കപ്പെടുമ്പോൾ അത് കർത്താവിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീ ദൈവത്തിൻ്റെ സ്വന്തമായി മാറും. കാര്യം എന്താ? ഞാനും എൻ്റെ ജീവിതത്തിൽ കാരണം കൂടാത്ത കുറേ കാര്യങ്ങൾക്ക് ആൾക്കാരുടെയൊക്കെ നിന്ന് പല വിഷയത്തിൽ നിന്ന് എനിക്ക് സങ്കടങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും അതുപോലെ പലതരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അപ്പം ഞാൻ തെറ്റ് ചെയ്തില്ലല്ലോ, പിന്നെ എനിക്കെന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഇതാണ് നമ്മുടെ ആസ്തി എന്ന് പറയണത്. തെറ്റ് ചെയ്തിട്ട് നമ്മൾ ശിക്ഷ മേടിച്ചിട്ട് ദൈവത്തിന് അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, വിശ്വാസ ജീവിതത്തിൽ പ്രയോജനമില്ല. മറിച്ച് നമ്മൾ ചെയ്യാത്ത കുറ്റം. ഇപ്പം ചില ആൾക്കാർ പറയും, ഞാൻ കുഞ്ഞുനാൾ മുതൽ കർത്താവിനോട് ഞാൻ പറഞ്ഞതാണ് കള്ളു കുടിക്കാത്ത ഒരാളെ എനിക്ക് തരണമേ എന്ന്, ഞാൻ ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ കള്ളു കുടിയത് മാത്രമേ ആക്കുള്ളൂ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണമല്ല നമുക്ക് കിട്ടണത്.
അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ ദൈവം നമുക്ക് തരുമ്പോൾ അതിനോട് നമ്മൾ കാണിക്കുന്ന നിലപാടുകൾ, അതാണ് വിശ്വസ്തത എന്ന് പറയണത്. ഇത്രയും സഹനം ഉണ്ടായിട്ടും ഇതിലൊന്നും എനിക്ക് പങ്കില്ലാഞ്ഞിട്ടും ഞാൻ യേശുക്രിസ്തുവിനെ പ്രതി കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന കർത്താവിനെ തന്നെയാണ്. എന്തിൻ്റെ പേരിൽ? നമ്മുടെ വിശ്വാസത്തിൻ്റെ പേരിൽ. അപ്പോൾ എന്തായി മാറും? നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസ്തനായി മാറും. അതാണ് നമ്മുടെ ആസ്തി, അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഈ ആബ്സെൻസ് ഓഫ് ഗോഡ് വരണത്. എന്താണ്? ദൈവം ഇല്ലാത്ത അവസ്ഥ. ദൈവം ഉണ്ടാകും, പക്ഷേ ഇല്ലാത്തതുപോലെ തോന്നും നമുക്ക്. മാർത്തായ്ക്ക് എങ്ങനെയാണ്? ഈശോ ഉണ്ടായിരുന്നു, പക്ഷേ മാർത്തായ്ക്ക് അവിടെ ഇല്ലാത്തതുപോലെ അനുഭവപ്പെട്ടു. ദൈവത്തിന് എത്ര അടുപ്പമുണ്ടെങ്കിലും ദൈവം ഉണ്ടാകും. ദൈവത്തിന് വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് മാർക്കോ യോഹന്നാൻ 11:15 പറയണത്. എന്താണ്? ഞാൻ അവിടെ ഇല്ലാഞ്ഞതിന് നിങ്ങളെക്കുറിച്ച് ഞാൻ ദൈവത്തിന് നന്ദി പറയണം. അപ്പോൾ എൻ്റെ അർത്ഥം ഈശോയ്ക്ക് ലാസർ രോഗിയായതും, എന്നിട്ട് ഈശോ പറയുന്നുണ്ട് ഈ രോഗം മരണ കാരണമല്ല, മറിച്ച് പിതാവായ ദൈവം മഹത്വപ്പെടാൻ വേണ്ടി ഉള്ളതാണെന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. ഈ രോഗം മരണകാരണമല്ല. ഇപ്പോൾ 11:6 യോഹന്നാൻ 11:6 11:4 വായിക്കുമ്പോൾ എന്താ പറയണത്? ഈ രോഗം മരണകാരണമല്ല. അപ്പോൾ പല വിഷയങ്ങൾ വന്നാലും നമ്മൾ നശിച്ചു പോകത്തില്ല. പക്ഷേ എന്തിനാണ്? ദൈവം മഹത്വപ്പെടാൻ വേണ്ടി. ചില സമയത്ത് ആബ്സെൻസ് ഓഫ് ഗോഡ് വരണതിൻ്റെ ഉദ്ദേശം എന്താണ്? ദൈവത്തിൻ്റെ അഭാവം, അസാന്നിധ്യം എന്നൊക്കെ ഫീൽ ചെയ്യണം. എന്തുകൊണ്ടാണ്? അത് മരണകാരണമല്ല, മറിച്ച് എന്താണ്? ഈ വിഷയം വെച്ച് ദൈവം മഹത്വപ്പെടും, പിതാവായ ദൈവം മഹത്വപ്പെടും. അപ്പം അങ്ങനെ വരുമ്പോൾ ദൈവം മഹത്വമാണല്ലോ നമുക്ക് കൃപയായി മാറണത്. ദൈവത്തെ മഹത്വം അതല്ലേ നമ്മൾ റോമൻ 4:20 അച്ഛൻ എപ്പോഴും പറയും, ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വളർന്ന എവിടെ എത്തും? വിശ്വസ്തതയിലാണ് എത്തുന്നത്. വിശ്വസ്തതയാണ് നമുക്ക് കൃപ പെട്ടെന്ന് നമുക്ക് ആർജിക്കാൻ പറ്റുന്ന ദൈവസംവിധാനം. ഫിഡേലിറ്റിയാണ് ഈ സംഭവം. അപ്പോൾ നീ ഏത് കുടുംബത്തിൽ ജനിച്ചാലും നിനക്കത് ഓശാരം കിട്ടിയ വിശ്വാസമാണ്. പക്ഷേ അത് ദൈവം, അത് നിൻ്റെ ഓണർഷിപ്പ് നിനക്ക് തരണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ ഇൻ ക്യാഷ് ആൻഡ് കൈൻഡ്, പേ ഇൻ ഫെയ്ത്ത് ആൻഡ് ഫിഡലിറ്റി. അത് നീ വിശ്വാസത്തിലും വിശ്വസ്തതയിലുമാണ് നിനക്ക് പേ ചെയ്യേണ്ടത്. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ ദൈവം ഇല്ലെന്ന് തോന്നുന്ന സമയം വരും. പക്ഷേ ആ സമയം നീ ഓർക്കും, ഇപ്പോൾ ദൈവം മനഃപൂർവ്വം കരുതിക്കുട്ടി മാറാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? മനഃപൂർവ്വം കരുതിക്കുട്ടി മാറും ദൈവം നിൻ്റെ ജീവിതത്തിൽ നിന്ന്. അത് നീ മനസ്സിലാക്കണം. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയത്. ഈ പറഞ്ഞു മനഃപൂർവ്വം നിൻ്റെ ജീവിതം നിൻ്റെ കുടുംബത്തിൽ ദൈവം മാറും. നിനക്ക് അതായത് ഇപ്പോൾ എന്താ പറയണത്? കർത്താവ് 21:5 ചോദിക്കത്തില്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 21:5 എന്താ ചോദിക്കണത്? കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ? അതാണ് ഒരു ചോദ്യം. നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതും ഉണ്ടോ എന്ന്. ആ ചോദ്യത്തിൻ്റെ കൂടെ എനിക്ക് കൂട്ടിവെക്കാൻ ഇഷ്ടമേതാണെന്നറിയാവോ? ഈ 21:5 ചോദ്യമുള്ളത്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുത്ത് മീൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കണ ഈശോയ്ക്കറിയാം ആ കടലിൽ കരുനന്തം പോലും ഇല്ലെന്ന്. അത് ഈശോയാണ്. അതറിയണമെങ്കിൽ നിങ്ങൾ മത്തായി 17:27 വായിച്ചാൽ മതി. മത്തായി 17:27 വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ. എങ്കിലും അവർക്ക് ഇടർച്ച ഉണ്ടാകാതിരിക്കാൻ നീ കടലിൽ പോയി ചൂണ്ടയിടുക. ആദ്യം ലഭിക്കുന്ന മത്സ്യത്തിന്റെ വായ് തുറക്കുമ്പോൾ ഒരു നാണയം കണ്ടെത്തും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കടലിൽ ഒരു മീൻ ഓടി പോകുന്നുണ്ട്. ആ മീനിൻ്റെ വായിൽ നാണയം ഇരിപ്പുണ്ട്. പോരെ? അപ്പം കടലിൽ മീനുണ്ടാകുന്ന മാത്രമല്ല, ആ മീനിൻ്റെ വായിൽ എന്തുണ്ടെന്ന് വരെ കർത്താവിനറിയാം. ആ ആളാണ് വന്ന് ഭംഗിവാക്ക് ചോദിക്കണത്, മക്കളെ മീൻ വല്ലതും ഉണ്ടോ എന്ന്. അവിടെ കരുനന്ദൻ ഇല്ലെന്നുള്ള കർത്താവിനറിയാം. അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചോദിക്കണത്. അപ്പോൾ അവർ ഇല്ലെന്ന് പറയുമ്പോഴാണ് ഉടമ്പടി വരുന്നത്. നമ്മുടെ കയ്യിൽ എല്ലാം ഇല്ലായ്മന്നല്ല ഉടമ്പടി വരുന്നത്. അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവൻ പറയണ പോലെ ചെയ്യാൻ, മീനില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ അവർ ചെയ്യും. വള്ളത്തിന് വലതുവശത്ത് അവർ വലയിറക്കും. അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ ജീവിക്കാൻ പല സമയത്തും നമുക്ക് ഇല്ലായ്മകളെ ഫേസ് ചെയ്യേണ്ടി വരും. യു ഗോട്ട് ദ പോയിന്റ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ദൈവം പറഞ്ഞതുപോലെ ജീവിക്കാൻ വിശ്വാസത്തിൻ്റെ 2ാം നിലവാരം, വിശ്വസ്തതയുടെ കോളേജിൽ തുടങ്ങാൻ പോവുകയാണ്. കോളേജ് പഠനം
വിശ്വാസം എന്ന് പറയുന്നത് എല്ലാം PDC വരെയുള്ള പഠനങ്ങളേ ഉള്ളൂ. അത് ഞാൻ പിന്നെ കോളേജ് ഗ്രാജുവേഷൻ പഠിക്കണം. ഈ ഗ്രാജുവേഷൻ തുടങ്ങുമ്പോഴാണ് എന്ത് പറയുന്നത്, ആബ്സെൻസ് ഓഫ് ഗോഡ് ഫീൽ ചെയ്യണത്. ദൈവത്തിൻ്റെ സാന്നിധ്യം ന്യായമായി വേണ്ട കാലത്ത് മാർത്തായ്ക്കും മറിയത്തിന് ന്യായമായി വേണ്ട സമയത്ത് അന്യായമായി മാറിക്കളയുന്ന ദൈവം. അത് നിങ്ങൾ ചിന്തിക്കണം. അത് മർത്തായുടെ മറിയത്തിൻ്റെ മാത്രം അനുഭവമല്ല, വിശ്വാസക്കോടിയുടെ അനുഭവമാണ്. ന്യായമായി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വരുമ്പോൾ അന്യായമായി മാറിക്കളയുന്ന ദൈവം, ആബ്സെൻസ് ഓഫ് ഗോഡ്. അത് എന്താ സംഭവിക്കണത്? അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായിട്ടും ബുദ്ധി, ബോധം, വിവേകം, വിവേചനമുള്ള വിശ്വാസി പറയും, എൻ്റെ കർത്താവ് തിരിച്ചു വരും. അതൊരു 1.5 വരവായിരിക്കും. അതുകൊണ്ട് ഞാൻ അമ്മയെപ്പോലെ, പരിശുദ്ധ അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കും. മാർത്ത ഹൃദയത്തിൽ സംഗ്രഹിച്ചില്ല, മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചില്ല. പക്ഷെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ച കൊണ്ടാണ് ഞാൻ അമ്മയെ പ്രൊമോട്ട് ചെയ്യാൻ കാരണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ, ഇങ്ങനെയുള്ള കാലാവസ്ഥകളിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ക്രിസ്തുവുമായിട്ടുള്ള ഓരോ വിഷയത്തിലും ഒരു വിശ്വാസി എന്ത് നിലപാടെടുക്കണമെന്നുള്ളത് നമ്മൾ പഠിക്കുന്നത് അപ്പോസ്തലന്മാരിൽ നിന്നല്ല, അമ്മയിൽ നിന്നാണ്. കാര്യം എന്താണ്? അമ്മ അറിഞ്ഞത്, അമ്മ എന്ത് ചെയ്യണമെന്ന് അവനെ അറിയാമായിരുന്നെന്ന് അപ്പോസ്തലന്മാർക്ക് അറിയത്തില്ലല്ലോ. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അവനെ അറിയാമായിരുന്ന ആളാണ് അമ്മ. നേരത്തെ അറിയാം. അതാണ് വിഷയം. അതാണ് അപ്പോസ്തലന്മാരും അമ്മയും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് വി പ്രൊമോട്ടിങ് മേരി. എന്തുകൊണ്ടാണ്? യേശുക്രിസ്തുവിനെ നീ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അമ്മയുടെ പാഠങ്ങളും നിലപാടുകളും നയങ്ങളും സമീപനങ്ങളും തന്നെയാണ് എപ്പോഴും ലോകത്തിന് വെളിച്ചമായിട്ട് വരണത്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ അങ്ങ് പറയുന്നത് പോലെ ചെയ്തുകൊണ്ട് ഞങ്ങളെയും സാക്ഷികളാക്കി മാറ്റണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ.